നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തു വെച്ച പല ആപ്ലിക്കേഷനുകളും നമ്മൾ പലപ്പോഴും അൺഇൻസ്റ്റാൾ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ചില ആപ്ലിക്കേഷനുകൾ അൺഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കില്ല. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഞാനിവിടെ ഒരു 3 ആപ്ലിക്കേഷൻസ് ഇവിടെ അൺഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കാതെ കിടക്കുന്നത് കാണാൻ സാധിക്കും. ഞാനിത് അൺഇൻസ്റ്റാൾ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ എനിക്ക് കാണാൻ സാധിക്കും, ഞാൻ അൺഇൻസ്റ്റാൾ ക്ലിക്ക് ചെയ്തു, എനിക്ക് കാണാൻ സാധിക്കും ഈ ഒരു ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ആയി പോയിട്ടില്ല. ഈ 3 ആപ്ലിക്കേഷൻസും അത്തരത്തിൽ അൺഇൻസ്റ്റാൾ ചെയ്യാൻ എനിക്ക് സാധിക്കുന്നില്ല. ഇനി നമുക്ക് നമ്മുടെ സെറ്റിങ്സിൽ നിന്ന് ഈ ഒരു ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം. നമ്മുടെ സെറ്റിങ്സിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ മാനേജറിൽ അല്ലെങ്കിൽ ആപ്സ് എന്ന ഫീച്ചറിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷനുകളെല്ലാം നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. സാധാരണ നമ്മൾ ആപ്ലിക്കേഷനുകൾ അൺഇൻസ്റ്റാൾ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. നമ്മുടെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക, നിങ്ങളുടെ സെറ്റിങ്സിൽ ആപ്സ് എന്നോ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ മാനേജർ എന്നോ കാണുന്ന ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് അവിടെ നിങ്ങളുടെ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ച ആപ്ലിക്കേഷൻ നിന്ന് നിങ്ങൾ അൺഇൻസ്റ്റാൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഇങ്ങനെ ഓപ്പൺ ചെയ്ത ശേഷം നിങ്ങൾ താഴെ കാണുന്ന ക്ലിയർ ഡാറ്റ എന്ന് കാണുന്ന ഭാഗം അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഏറ്റവും മുകളിൽ സ്റ്റോറേജ് എന്ന് കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ക്ലിയർ ഡാറ്റ ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ ക്ലിയർ ഡാറ്റ ചെയ്തതിന് ശേഷമാണ് നിങ്ങൾ ആപ്ലിക്കേഷനുകൾ അൺഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. ഇത്തരത്തിലൊരു വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് ഇങ്ങനെ കാണുന്ന ചില ആപ്ലിക്കേഷനുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ അൺഇൻസ്റ്റാൾ എന്നൊരു ഓപ്ഷൻ ഇല്ല. താഴെ ഭാഗത്ത് ഫോഴ്സ് സ്റ്റോപ്പ്, ക്ലിയർ ഡാറ്റ എന്ന 2 ഓപ്ഷനുള്ളൂ. പക്ഷെ നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കില്ല. ഇത് ഞാൻ നേരത്തെ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ച പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ച ആപ്ലിക്കേഷൻസ് ആണ് ഈ 3 ആപ്ലിക്കേഷൻസും. എന്നാൽ എന്തുകൊണ്ടാണ് ഈ ഒരു ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കാത്തത്? ഇത്തരം ആപ്ലിക്കേഷനുകൾ എങ്ങനെ നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാമെന്നുള്ള വിശേഷങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. ഇത്തരത്തിൽ നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്നോ മറ്റോ ഇൻസ്റ്റാൾ ചെയ്യുന്ന ആപ്ലിക്കേഷൻ നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കാത്തത് ആ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ലോഗിൻ ചെയ്ത് നൽകുന്ന പെർമിഷൻ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ഡിവൈസ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ന ഈ ഒരു ഫീച്ചറിൽ നമ്മൾ ആക്റ്റീവ് ചെയ്തുകൊണ്ടാണ് നമുക്ക് അത്തരം ആപ്ലിക്കേഷനുകൾ അൺഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കാത്തത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്തരം സ്ഥലങ്ങളിൽ നിന്ന് നമ്മൾ നൽകിയിരിക്കുന്ന ഈ ഒരു പെർമിഷൻ, ഈ ഒരു അഡ്മിനിസ്ട്രേറ്റേഴ്സ് പെർമിഷൻ നമ്മൾ ഡിസേബിൾ ചെയ്താൽ മാത്രമേ അത്തരം ആപ്ലിക്കേഷനുകൾ നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുള്ളൂ. നിങ്ങളുടെ മൊബൈൽ ഫോൺ നിങ്ങൾ സെറ്റിങ്സിൽ നിന്ന് ഡിവൈസ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ന ഈ ഒരു ഭാഗത്ത് നിങ്ങൾ സെർച്ച് ചെയ്ത് കാണുക നിങ്ങളുടെ സെറ്റിങ്സിൽ. തുടർന്ന് നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, നിങ്ങൾക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കാത്ത ആപ്ലിക്കേഷനുകൾ ഇവിടെ നിന്ന് കണ്ടെടുക്കാൻ സാധിക്കും. ഇവിടെ ഇപ്പോൾ 4 ആപ്ലിക്കേഷൻസ് കാണിക്കുന്നുണ്ട്. ഇവിടെ ഫൈൻഡ് മൈ ഡിവൈസ് എന്ന ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഈ ഡിസേബിൾ ചെയ്യാതിരിക്കുക. കാരണം ഇത് ഡിസേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഓപ്ഷൻ നമ്മൾ ഡീആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ ഫോൺ എങ്ങാനും നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണിൽ ലൊക്കേഷൻ ട്രാക്ക് ചെയ്തുകൊണ്ട് കണ്ടെത്താൻ സാധിക്കുന്ന ഫീച്ചറാണ്. ഇത് നമ്മൾ ഡീആക്ടിവേറ്റ് ചെയ്യാതിരിക്കുക. ഈ 3 ആപ്ലിക്കേഷൻ നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യണം. അതിനുവേണ്ടി ഞാനിപ്പോൾ കാണിച്ചു തരുന്നതിന് വേണ്ടി ലോക്ക് മൈ ഫോൺ എന്ന ഈ ഒരു ഫീച്ചർ ഞാൻ ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്യുമ്പോൾ കാണാൻ സാധിക്കും ഡീആക്ടിവേറ്റ് എന്നൊരു ഓപ്ഷൻ താഴെ ഭാഗത്ത്. നേരത്തെ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് ആക്ടിവേറ്റ് എന്ന് കാണുന്ന ഭാഗം നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുത്ത് ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മുടെ ഡിവൈസ് അഡ്മിനിസ്ട്രേറ്റേഴ്സിൽ നമ്മൾ ആക്റ്റീവ് ചെയ്തിട്ടുണ്ട്. ഇതിവിടെ ഡീആക്ടിവേറ്റ് എന്ന് ക്ലിക്ക് ചെയ്ത് ഓക്കെ നൽകി കൊടുക്കുക. ഇപ്പോൾ കാണാൻ സാധിക്കും ഇവിടെ ഈ ഒരു ടിക്ക് മാർക്ക് പോയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പ്ലേ സ്റ്റോറിൽ നിന്ന് ആ ഒരു ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം. ഇവിടെ നമ്മുടെ ആ ഒരു ആപ്ലിക്കേഷൻ ഇതുപോലെ ലോങ് പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് അൺഇൻസ്റ്റാൾ എന്ന് കാണുന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നേരത്തെ പറഞ്ഞ പോലെ സെറ്റിങ്സിൽ ആപ്സിലോ ആപ്ലിക്കേഷൻ മാനേജറിലോ പോയിക്കൊണ്ട് നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് അൺഇൻസ്റ്റാൾ എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ ഒരു ആപ്ലിക്കേഷൻ ഇവിടെ നിന്ന് അൺഇൻസ്റ്റാൾ ആയിപ്പോയി. ഇനി നമുക്ക് ഈ ഒരു മാൾവെയർ ബൈറ്റ്സ് എന്ന ആപ്ലിക്കേഷൻ കൂടി നമുക്ക് ഇതുപോലെ അൺഇൻസ്റ്റാൾ ചെയ്യാൻ ശ്രമിച്ചു നോക്കാം. ഇവിടെ ആ ഒരു ഭാഗത്ത് ഞാൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡീആക്ടിവേറ്റ് ചെയ്തു. തുടർന്ന് നമ്മുടെ സെറ്റിങ്സിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ആപ്സ് എന്നോ ആപ്ലിക്കേഷൻ മാനേജർ എന്നോ കാണുന്ന ഭാഗത്ത് നിന്ന് നമ്മൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ച അത്തരം ആപ്ലിക്കേഷൻസ് എല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കും. ആ ഒരു ആപ്ലിക്കേഷൻ ഇവിടെ നിന്ന് നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. നേരത്തെ ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഓപ്പൺ ചെയ്തപ്പോൾ നമുക്കിവിടെ അൺഇൻസ്റ്റാൾ എന്നൊരു ഫീച്ചർ ഇല്ലായിരുന്നു. ഇവിടെ ഫോഴ്സ് സ്റ്റോപ്പ്, ക്ലിയർ ഡാറ്റ എന്ന 2 ഓപ്ഷനുള്ളായിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മൾ നേരത്തെ ആ ഒരു ഡിവൈസ് അഡ്മിനിസ്ട്രേറ്റേഴ്സിൽ നിന്ന് ആ ഒരു ഭാഗം നമ്മൾ ഡീആക്റ്റീവ് ചെയ്തപ്പോൾ ഇവിടെ അൺഇൻസ്റ്റാൾ എന്ന ഫീച്ചർ വന്നിരിക്കുകയാണ്. നമ്മളത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓക്കെ നൽകി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെച്ച ചില ആപ്ലിക്കേഷനുകൾക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കില്ല. ഇത്തരം ആപ്ലിക്കേഷനുകൾ നിങ്ങൾ ഇതുപോലെ നിങ്ങളുടെ മൊബൈലിൻ്റെ സെറ്റിങ്സിൽ നിന്ന് അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ന ഈ ഒരു ഫീച്ചറിൽ എത്തിക്കൊണ്ട് നിങ്ങൾക്ക് ഇത് ഡീആക്ടിവേറ്റ് ചെയ്യുക ആദ്യം. തുടർന്ന് നിങ്ങൾ അൺഇൻസ്റ്റാൾ ചെയ്യാൻ ശ്രമിക്കുക.
ഈ ഒരു ഫീച്ചർ നിങ്ങൾക്ക് കാണുന്നതിന് വേണ്ടി നിങ്ങളുടെ സെറ്റിങ്സിൽ നിന്ന് നിങ്ങൾ സെർച്ച് ചെയ്ത് കണ്ടെത്തുക. പല മൊബൈലിനും വ്യത്യസ്തമായ ലൊക്കേഷനിലായിരിക്കും. നിങ്ങൾ സെർച്ച് ചെയ്ത് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും മുകളിൽ സെറ്റിങ്സിൻ്റെ സെർച്ച് ബാറിൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കുറഞ്ഞ ഭാഗം ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ഏറ്റവും മുകളിൽ കാണാൻ സാധിക്കും ആ ഒരു ഓപ്ഷൻ. അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ ഇത് ഡീആക്ടിവേറ്റ് ചെയ്യുക ആദ്യം. തുടർന്ന് നിങ്ങൾ അൺഇൻസ്റ്റാൾ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള ടെക്നോളജിപരമായ അറിവുകൾ നിങ്ങൾക്ക് ദിവസം ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് കാണുന്ന ഭാഗം എനേബിൾ ചെയ്ത് വെക്കുക. വീഡിയോയുടെ അഭിപ്രായങ്ങളോ സംശയങ്ങളോ നിങ്ങൾക്ക് വീഡിയോയുടെ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.